വെൽക്കം വെൽക്കം. സോ ഇന്ന് SSLC കുട്ടികൾക്ക് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ടീച്ചർ വന്നിട്ടുള്ളത്. എനിക്കറിയാം ഇതിനോടൊക്കെ എൻ്റെ കുട്ടികളൊക്കെ ഈ ഒരു ഹാപ്പി ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും. യെസ്, വന്നു മക്കളെ. ഫൈനലി നമ്മുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വന്നിട്ടുണ്ട്. അതായത് ഇനി നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് ടീച്ചർ പറഞ്ഞു തരാം. റെഡിയാണോ? എനിക്കറിയാം എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ പഠനത്തിന്റെ ആ ഒരു മോഡിലായിരിക്കും. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് മാം, അതും ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോൺ വറി, ഇവിടെ ടീച്ചർ പറഞ്ഞു തരാം ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന്. ആദ്യം നമുക്ക് മാത്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ദിസ് ഈസ് ദ മാത്സ് ചാപ്റ്റേഴ്സ്. ഓക്കെ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അരിത്തമാറ്റിക് സീക്വൻസിൽ നിന്ന് ഏകദേശം 7 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 7 മാർക്സിനാണ്. നിങ്ങൾ ഇത് വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. വേഗം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. കിട്ടാത്ത കുട്ടികൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. യെസ്, അതായത് 8.75% ആണ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ട് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണ്. അതിൽ നിന്ന് 5 മാർക്കിനാണ് കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓർത്ത് വയ്ക്കുക, 5 മാർക്കാണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലോ 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ തന്നെ കോർഡിനേറ്റ്സ് ആണെങ്കിൽ എഗെയിൻ 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ജിയോമെട്രി ആൻഡ് ആൾജിബ്രയിൽ നിന്ന് 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. 8 മാർക്ക് ഓർത്തിരിക്കുക. അരിത്തമാറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്രയിൽ നിന്നും എത്രയാണ്, അതും 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ നിന്ന് 4 മാർക്ക്, അവിടെ കുറച്ച് കുറഞ്ഞു, 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ തന്നെ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിൽ നിന്നോ അവിടെ നിന്നും 4 മാർക്കിന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ നിന്ന് 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ടാൻജൻസിൽ നിന്ന് എഗൈൻ 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സർക്കിൾസ് ആൻഡ് ലൈൻസിൽ നിന്ന് 5 മാർക്കിനും അതുപോലെ തന്നെ ട്രിഗ്നോമെട്രിയിൽ നിന്ന് 8 മാർക്കിനും സോളിഡ്സിൽ നിന്ന് 6 മാർക്കിനും. ഒരു ഐഡിയ കിട്ടിയല്ലോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനാണ്, വെയിറ്റേജ് എത്രയാണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ എൻ്റെ കുട്ടികൾക്ക്. ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ഏതാണ്, സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്നത് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ലെസ് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യുന്നില്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് ട്രിഗ്നോമെട്രി 8 മാർക്കിനായിട്ടുള്ളതാണ്. ട്രിഗ്നോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി 8 മാർക്കിൽ ഏതാ വരിക, ജിയോമെട്രി ആൻഡ് ആൾജിബ്രയിൽ നിന്നും 8 മാർക്ക്, അരിത്തമാറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്രയിൽ നിന്നും എത്രയാണ്, അതിൽ നിന്നും 8 മാർക്ക്. സോ ഈ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചൊരു എഫേർട്ട് കൂടുതൽ ഈ ചാപ്റ്റേഴ്സിൽ ഇടുക. എന്ന് വെച്ചിട്ട് ടീച്ചറെ എനിക്ക് ഈ ഒരു ചാപ്റ്റർ അറിയാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഒഴിവാക്കണം എന്നല്ല ടീച്ചർ പറയുന്നത്. ഇതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. മറ്റുള്ളത് എന്ത് ചെയ്യുക, കുറച്ച് ടൈം കുറച്ചിട്ടാണെങ്കിലും അതിൽ പഠിക്കുക. ഓക്കെ, ഇതിൽ ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും അതുപോലെ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസും ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ മാത്സിന്റെ കാര്യം. സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ആ ഒരു 3 ചാപ്റ്റർ ഫോക്കസ് ചെയ്യുക. മറ്റുള്ള ചാപ്റ്റേഴ്സ് ഒഴിവാക്കാതിരിക്കുക. അതും പഠിക്കുക അതിന്റെ മാർക്ക് വെച്ചിട്ട്, അതായത് വെയിറ്റേജ് വെച്ചിട്ട്. ക്ലിയർ? യെസ്. അപ്പൊ മലയാളം മീഡിയം കുട്ടികൾക്കും വേണ്ടിയിട്ട് ടീച്ചർ ആ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാണ്. സമാന്തര ശ്രേണികൾ, സാധ്യതകളുടെ ഗണിതം, സ്ഥിതിവിവര കണക്ക്, ഓരോ ചാപ്റ്റേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. റൈറ്റ്? യെസ്, ഓൾ ഗുഡ്, ഓൾ റൈറ്റ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം അടുത്ത സബ്ജക്ട്. യെസ്, അടുത്ത ടീച്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് ആണ്, ഭൗതിക ശാസ്ത്രം. ഫിസിക്സിന്റെ ഓരോ ചാപ്റ്റേഴ്സും നോക്കിക്കോളൂ. സൗണ്ട് വേവ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ നിന്ന് എത്ര മാർക്കാണ് വരിക, 6 മാർക്കാണ് കേട്ടോ. 6 മാർക്സിനാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക. ഏകദേശം ഒരു 15% നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നോക്കിക്കേ, ലെൻസസിൽ നിന്നോ 5 മാർക്കാണ് വരിക. ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എഗെയിൻ 6 മാർക്കാണ് വരിക. മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അവിടെ എത്രയാണ്, 6 മാർക്കിനാണ് വരിക. ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ 6 മാർക്കാണ് എഗെയിൻ അവിടെ നിന്നും വരിക. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് അവിടെയും 6 മാർക്കിനാണ് വരിക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ അവിടെ 5 മാർക്ക്, ടോട്ടൽ 40 മാർക്ക്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഏറ്റവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കിക്ക്. 6 മാർക്ക് വരുന്നത് ഏതൊക്കെയാണ്, sound waves, the world of colors and vision, magnetic effect of electric current, and then electric energy consumption and conservation, and then electromagnetic induction in daily life. Yes, so 1 2 3 4 5
മെയിൻലി 5 ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു 5 ചാപ്റ്റേഴ്സ് കുട്ടികൾ മസ്റ്റ് ആയിട്ട് എഫേർട്ട് കുറച്ച് കൂടുതലിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ ഈ 2 ചാപ്റ്റേഴ്സ് ഒഴിവാക്കാൻ പാടില്ല. 2 ചാപ്റ്ററിനെ കുറച്ച് മാർക്ക് കുറവുള്ളൂ. അതും ഒരുപാട് മാർക്കല്ല, ഓൺലി 1 മാർക്കാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മിക്കവാറും കുട്ടികൾ ഇത് കാണുമ്പോൾ യെസ് ഈ 5 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി, ക്ലിയർ ആണ്, ബാക്കി 5 അല്ലേ എന്ന് വിചാരിച്ച് വിട്ടുകളയാൻ പാടില്ല. 1 മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ വരുന്ന ചാപ്റ്റേഴ്സ് നമ്മുടെ ലെൻസസും അതുപോലെ തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷനും ആണ്. ഇതും പഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു 5 ചാപ്റ്റേഴ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കുക. യെസ്, ഫിസിക്സ് ക്ലിയർ ആണല്ലോ എൻ്റെ മക്കൾക്ക്? ഫിസിക്സ് യെസ്, ഭൗതിക ശാസ്ത്രം. മലയാളം മീഡിയം കുട്ടികൾ എന്ത് ചെയ്യുക? ടീച്ചർ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കാം. മലയാളം മീഡിയം കുട്ടികൾ വേഗം ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളുക. ക്ലിയർ മക്കളെ? യെസ്, വെരി ഗുഡ്, ഗ്രേറ്റ്. അപ്പൊ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ കെമിസ്ട്രി ആണ് കേട്ടോ, നമ്മുടെ രസതന്ത്രമാണ്. കെമിസ്ട്രി കുട്ടികൾ, കെമിസ്ട്രി പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും. നോക്കിക്കോ നിങ്ങളുടെ ഫേവറേറ്റ് ചാപ്റ്ററിനൊക്കെ എത്രയാണ് വെയിറ്റേജ് വരുന്നതെന്ന്. ഇവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം. അവിടെ എത്ര വെയിറ്റേജ് നോക്കിക്കേ? 6 മാർക്കാണ് അതിനും വരിക. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, അതിനോ 5 മാർക്കാണ് അതിന് വരിക. പിന്നെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, എഗെയിൻ അതിനും 6 മാർക്കാണ് വരിക. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, അതിനും 6 മാർക്കാണ് വരിക. യെസ്, പിന്നീട് വരുന്ന 2 ചാപ്റ്ററിനും 5 ആണ് വെയിറ്റേജ് വരുന്നത്. സ്കോർ വരുന്നത് 5 ആണ്. ഇലക്ട്രോ കെമിസ്ട്രി ആണ് 5 വരുന്നത്. അതുപോലെ തന്നെ മെറ്റൽസ്, അതിനും 5 മാർക്കാണ് വരിക. യെസ്, ദ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ദ ലാസ്റ്റ് ചാപ്റ്റർ ഏതാന്ന് നോക്കിക്കേ? സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. അവിടെ എത്രയാ വരിക എന്ന് നോക്കിക്കേ മക്കളെ? ഏകദേശം 7 മാർക്കാണ് വരിക. സോ അതിന് 7 മാർക്ക്. സോ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, 7 മാർക്കിന് വരുന്നത്. അതുപോലെ തന്നെ മറ്റു 2 ചാപ്റ്റേഴ്സും എങ്ങനെയാ, മറ്റ് മാർക്കുകൾ എങ്ങനെയാ വരുന്നത്? 1-2 മാർക്കുകളെ കുറവ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ളതും അതുപോലെ തന്നെ പഠിക്കുക, പക്ഷെ കുറച്ച് എഫേർട്ട് കൂടുതൽ എവിടെ ഇടുക? ഈ ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കാനായിട്ട് ഇടുക. ക്ലിയർ അല്ലേ മക്കളെ? ഇങ്ങനെയാണ് കെമിസ്ട്രിയുടെ വെയിറ്റേജ് വരിക. യെസ്, രസതന്ത്രം. വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളുക കുട്ടികൾ കേട്ടോ. ഇത് വേണ്ടുന്ന കുട്ടികൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളുക. യെസ്, ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. യെസ്, എന്റെ സബ്ജക്ട് വന്നു, ബയോളജി വന്നു. ബയോളജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബയോളജിയുടെ കേസിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ്. ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ നിന്ന് എത്ര മാർക്കാന്ന് നോക്കിയ മക്കളെ? 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ നിന്ന് ചോദിക്കുക. പാർട്സ് ഓഫ് എവല്യൂഷൻ, ദ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. 8 മാർക്ക്, 8 മാർക്കാണ് കേട്ടോ. ബിഹൈൻഡ് സെൻസേഷനോ 7 മാർക്കാണ്. കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എഗെയിൻ 7 മാർക്കാണ്. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എഗെയിൻ 7 മാർക്കാണ്. ബയോളജി ആൻഡ് ടെക്നോളജി 5 മാർക്ക്. സോ ബയോളജിയുടെ കേസിൽ ഇത് വെരി ക്രൂഷ്യൽ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഏറ്റവും ടൈം കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ അതേതാണ്? പാർട്സ് ഓഫ് എവല്യൂഷൻ. 8 മാർക്കാണ് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. 8 മാർക്ക്. ക്ലിയർ ആണല്ലോ? 1 വേർഡ്സ് ഒക്കെ ഒത്തിരി അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. സോ 8 മാർക്ക്. പിന്നെ ബിഹൈൻഡ് സെൻസേഷനും കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം അതുപോലെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ ഒക്കെ 7 മാർക്കിനാണ് വരിക. അതും പഠിക്കുക. ലീസ്റ്റ് ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ വരുന്നത് ബയോളജി ആൻഡ് ടെക്നോളജി ആണ്. ലീസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് ടീച്ചർ പറഞ്ഞതുകൊണ്ട് അത് തള്ളിക്കളയരുത്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഓർഡറിൽ പോവുക. ആദ്യം 8 മാർക്ക് വരുന്നത്, പിന്നെ 7 മാർക്ക് വരുന്നത്, 6 മാർക്ക് വരുന്നത്, 5 മാർക്ക് വരുന്നത്. ക്ലിയർ? യെസ്. സോ ഇതാണ് നമ്മുടെ ബയോളജിയുടെ കേസിൽ വരിക. ജീവശാസ്ത്രം മലയാളം മീഡിയം കുട്ടികൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളുക, മറക്കരുത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മുടെ സോഷ്യൽ സയൻസിലേക്ക് വരാം. സോഷ്യൽ സയൻസിന്റെ കേസിൽ നോക്കിക്കേ, ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യൽ സയൻസിൽ ഇതുപോലെ 6, 5, 4, 3 ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് സ്കോർ 3 ചോദിക്കുന്ന, 3 സ്കോറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററും സോഷ്യൽ സയൻസിലുണ്ട്. ഹ്യൂമാനിസം ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ എത്രയാണ്? 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ചോദിക്കുക. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി അതിൽ നിന്ന് എത്ര മാർക്കാണ് മക്കളെ? 4 മാർക്കാണ്. സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നോക്കൂ, 2 മാർക്കിനാണ്. സോ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. വെൽത്ത് ആൻഡ് ദ വേൾഡ് 5 മാർക്കിനാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസിയിൽ നിന്ന് 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം 6 മാർക്കിനാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ 4 മാർക്കിന് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്
അതിന് 6 മാർക്കിനാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. 9th ചാപ്റ്റർ നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം 3 മാർക്കിനാണ് കേട്ടോ മക്കളെ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. വെറും 3 മാർക്കിനാണ് ചോദിക്കുക. വെറും 3 എന്ന് ടീച്ചർ പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങളത് എന്താണ് 3 അല്ലേ വിട്ട് കളയാന്ന് വിചാരിക്കരുത്. 3ഉം 2ഉം ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ക്രമത്തിൽ പഠിക്കുക എന്ന് മാത്രം. ഓക്കെ, ഇനി വെദർ ആൻഡ് ക്ലൈമറ്റ് 6 മാർക്കാണ് വരിക. ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എഗെയിൻ 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ് അതിന് 3 മാർക്കാണ് വരിക. ഇനി എന്താന്ന് നോക്കിക്കേ, കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ 4 മാർക്കിനാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക. മണി ആൻഡ് എക്കോണമി 6 മാർക്കിനാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക. പിന്നെയോ ദ ചേഞ്ചിങ് എർത്ത് അവിടെ നിന്നോ 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഇന്ത്യൻ ഇക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ 5 മാർക്കിനാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക. ലാസ്റ്റ് ചാപ്റ്റർ ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി അതിന് 4 മാർക്കിനും ക്വസ്റ്റ്യൻ വരും. ടോട്ടൽ 80 മാർക്ക്. സോ ഇവിടെ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ചാപ്റ്റർ 3rd ചാപ്റ്ററും അതുപോലെ തന്നെ 9th ചാപ്റ്ററുമാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് ഈ 6 മാർക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഒരു ഓർഡർ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക. ക്ലിയർ അല്ലേ മക്കളെ? സോ സോഷ്യൽ സയൻസ് ടീച്ചർ മലയാളം കൊടുത്തിട്ടുണ്ട്, സാമൂഹ്യ ശാസ്ത്രം കുട്ടികൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഓക്കെ ഫൈൻ. യെസ്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ മലയാളം. ഓക്കെ, മലയാളത്തിന് എത്രയാണ് മാർക്ക് വരിക? മലയാളത്തിൽ അടിസ്ഥാന പാഠാവലി ഉണ്ട്, കേരള പാഠാവലി ഉണ്ട്. അടിസ്ഥാന പാഠാവലിയിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് വരിക. 3 ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അരങ്ങും പൊരുളുമാണ്. അരങ്ങും പൊരുളിൽ നിന്നും 14 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. എത്രയാണ് മക്കളെ? 14. വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് അരങ്ങും പൊരുളും. അടുത്ത് നോക്കിക്കേ, ഏകോദര സോദരർ നാം അതിൽ നിന്ന് 13 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ അറിവിനറിവായി നിറവായി അതിൽ നിന്നോ 13 മാർക്ക്. സോ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അരങ്ങും പൊരുളും. പിന്നെ ആ ഒരു ഓർഡറിൽ തന്നെ അങ്ങ് പഠിച്ചോളാം. ടോട്ടൽ 40 മാർക്ക്. ക്ലിയർ? യെസ്. ഇനി നമുക്ക് കേരള പാഠാവലി നോക്കാം. കേരള പാഠാവലിയിൽ ടോട്ടൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. 5ൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു നോക്കാം. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും അവിടെയോ 9 മാർക്കിനാണ് വരിക കേട്ടോ മക്കളെ. ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. 9 മാർക്കിനാണ് വരിക ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ നോക്കിക്കേ, ഉള്ളിലാണ് എപ്പോഴും ഉണ്മ താൻ എന്ന പോൽ അവിടെയും 9 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് അടുത്തടുത്ത് വരുന്നത് മലയാളം കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. ഇനിയോ വിസ്തൃത ലോക വിധാനത്തിൽ അവിടെ നിന്ന് 8 മാർക്കിനാണ്. നമ്മുടെ 3rd ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിനാണ്. 4th ചാപ്റ്ററിൽ നിന്നോ പിറന്ന നാടൻ പെരുമയിൽ അവിടെ നിന്നും 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഉലകിനുയരാം ഉണർവുകൾ അവിടെ നിന്ന് 6 മാർക്ക്. സോ ഇവിടെ നമ്മൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന 6 മാർക്കിനുള്ളതാണ് കേട്ടോ. യെസ്. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ ഇതും പഠിച്ചു പോവുക നമ്മുടെ കേരള പാഠാവലി. യെസ്. ഇനി നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് നോക്കാം. ഇംഗ്ലീഷിന്റെ കേസ് പറയുമ്പോൾ എത്ര യൂണിറ്റ് ആണ്? 5 യൂണിറ്റ് ആണ് മെയിൻലി ഉള്ളത്. യൂണിറ്റ് 1 ട്രയൽസ് ആൻഡ് ട്രിംസിൽ നിന്ന് 15 മാർക്കിനാണ് മക്കളെ ക്വസ്റ്റ്യൻ ചോദിക്കുക. 15 മാർക്കിനാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. യൂണിറ്റ് 2 പാത്സ് ടു പ്രോഗ്രസിൽ നിന്നോ അവിടെ നിന്ന് 12 മാർക്ക് കേട്ടോ. അതായത് പാത്സ് ടു പ്രോഗ്രസിൽ നിന്ന് 12 മാർക്ക്. ഇനി ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച് അവിടെ നിന്നോ 13 മാർക്ക്. അഗൈൻ 13 മാർക്കിനാണ് ചോദിക്കുക. 4ാമത്തെ യൂണിറ്റ് വുഡ്ലാൻഡ് വിസ്പേഴ്സ് അവിടെ നിന്നും 12 മാർക്കിനാണ് ചോദിക്കുക. സോങ്സ് ഓഫ് ദ സെൽഫ് ഇത് നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ആണ്. 5ാമത്തെ യൂണിറ്റിൽ നിന്നോ 15 മാർക്ക്. സോ ഇവിടെ ഏറ്റവും വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് വരിക. ചാപ്റ്റർ 1 ട്രയൽസ് ആൻഡ് ട്രിംസും അതുപോലെ ചാപ്റ്റർ 5 സോങ്സ് ഓഫ് ദ സെൽഫും. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 15 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് ജനറലി ടോട്ടൽ ഈ ഒരു എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക? എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക? 13 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ചോദിക്കുന്നുണ്ടാവും. 13 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഇംഗ്ലീഷ് മക്കൾക്ക് ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഹിന്ദി നോക്കാം. ഹിന്ദി ടീച്ചർ വായിച്ച് ചളവാക്കുന്നില്ല, നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോളുക. നമ്മുടെ ചാപ്റ്റർ 1 നിന്ന് പരമാവധി 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. ചാപ്റ്റർ 2 എന്ന് പറയുന്നതും 8 മാർക്ക്, ചാപ്റ്റർ 3 എന്ന് പറയുന്നതും 8 മാർക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്കോർസ് വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4ൽ നിന്ന് എന്താണ് വരിക? 12 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. 12 മാർക്കിനാണ് കേട്ടോ. ഓർത്തിരിക്കുക, ചാപ്റ്റർ 4ൽ നിന്ന് 12 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അതുപോലെ ചാപ്റ്റർ 5 നോക്കിക്കേ, 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക.
ചാപ്റ്റർ 6ൽ നിന്നും 4 മാർക്ക്. സോ നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ചാപ്റ്റർ 4 ആണ്, 12 മാർക്ക്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതാണ് നമ്മുടെ ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ. സോ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർ ഇന്നിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. തമിഴ്, കന്നഡ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ മലയാളി കുട്ടികൾക്ക് ആവശ്യമുള്ളതാണ് ടീച്ചർ ഇവിടെ വച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ? സോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഇതിനനുസരിച്ച് പഠിക്കുക. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തു ചിലത് ലെസ് ഇമ്പോർട്ടൻറ്റ്, ചിലത് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന്. പക്ഷേ ഞാനത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും വെരി ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും പഠിച്ചിട്ട് പോയേ പറ്റുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ അത് ഒരു ഓർഡറിൽ പഠിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ആദ്യം പഠിക്കുക, ലെസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതോ അവസാനം പഠിക്കുക. നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മക്കളെ, നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഫുൾ A+ മേടിക്കാം ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ.